വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് ഗിവ് അവേയുടെ റിസൾട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഗിവ് അവേയുടെ റിസൾട്ട് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് വീഡിയോസ് ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് കമൻസിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, പേര് വായിക്കാം, അർജുൻ PT 4429 ആണ് ഞാൻ സമ്മാനം, അതായത് വാരണാസി തരാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. എനിക്ക് ആളുടെ കമൻറ്റ് നല്ല ഇഷ്ടമായി. ഇനി അടുത്തതായിട്ട്, ഞാൻ അന്ന് ക്രിസ്മസ് ഗിവ് അവേയുടെ വീഡിയോയിൽ അക്ഷയ് സി മേനോൻ വല്ലിയുടെ ക്ലെയിം ചെയ്യാനായിട്ടുള്ള അഡ്രസ്സൊന്നും എനിക്ക് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാനതവിടെ വെച്ചിട്ട് അത് വെറുതെ ഇരിക്കുകയാണല്ലോ, ഞാൻ തരാനായിട്ട് മേടിച്ചതല്ലേ. ആ ഓണം ഗിവ് അവേക്ക്, അതായത് വല്ലി ഗിവ് അവേ പറഞ്ഞ വീഡിയോയിലും പിന്നെ ഈ ക്രിസ്മസ് ഗിവ് അവേയുടെ വീഡിയോയിലും എനിക്കൊരാൾ കമൻറ്റ് ചെയ്തു, വല്ലി എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ആൽബിൻ രാജ് 404 ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാം. വാരണാസി കൊടുത്തിരിക്കുന്ന സമ്മാനം കിട്ടിയിരിക്കുന്നത് അർജുൻ PT 4429. വല്ലി ഞാൻ സമ്മാനമായിട്ട് നൽകുന്നത് ആൽബിൻ രാജ് 404-നാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡീപ് റീഡ്സിൻ്റെ പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ അതിൻ്റെ താഴെ നമുക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കാം. അപ്പോൾ രണ്ടുപേരും അഡ്രസ്സുകൾ എത്രയും പെട്ടെന്ന് അയയ്ക്കുക. അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ബുക്ക് അയച്ചു തരുന്നതാണ്. ഇനിയും നമുക്ക് അടുത്ത ഗിവ് അവേയിലേക്ക്, നമുക്കിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് തുടക്കത്തിൽ 2024 തുടക്കത്തിൽ ഒരു ഗിവ് അവേയും കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഗിവ് അവേയും പുസ്തക വിചാരങ്ങളും പുസ്തക വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മളുടെ ഈ ചാനൽ ഒന്നും കൂടിയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്നും കൂടിയും നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. എനിക്ക് എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് കമൻസ് വന്നു. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ചില പുസ്തകങ്ങൾ ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ അത് വായിച്ച് തീരുമ്പോൾ നമുക്ക് ഒരാഴ്ചയിലേക്ക് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്താണ്, എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് ഒന്നെങ്കിൽ മകളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആണ് വീഡിയോ വെച്ച് തരുന്നത്. അപ്പോൾ അവരുടെ ഒഴിവും ഒക്കെ കൂടി നോക്കിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 2024 കുറേ പുസ്തകങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ സമ്മാനം കിട്ടിയ രണ്ടു പേർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. ഇനിയും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബാക്കി എല്ലാവരോടും കൂടിയിട്ട് നിങ്ങൾ സമ്മാനം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണ് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അപ്പോൾ എല്ലാവർക്കും 2024 പുതുവത്സര ആശംസകൾ. അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.